ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. ഇപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ നികേഷും നിധിയും കൂടി വീട്ടിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ഫോണിൽ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നികേഷിനും ഏതോ പെൺകുട്ടിയായിട്ട് ചുറ്റിലുണ്ടെന്നൊക്കെ തോന്നുന്നത്. ആ കാര്യം രഹസ്യമായിട്ട് നിധിയുടെ അടുത്ത് പറയാൻ തോന്നുന്നുണ്ട്. ആരോടും പറയരുത് ഏട്ടത്തി, ആ കാര്യം വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉച്ച സമയമായിരുന്നു. ആ സമയത്താണ് വീട്ടിലേക്ക് നമ്മളെ സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ സുധീഷും വരുന്നുണ്ട്. അപ്പോൾ ചോറ് എടുത്ത് വെക്കാമെന്ന് നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ. അവരോട് കൈ കഴുകാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഓ ഇത്രയും നേരം എന്നെ വെയിറ്റ് ചെയ്യായിരിക്കൂലേ, സുഭാഷ് ഏട്ടനെ ആയിരിക്കും നിധി ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഒരിക്കലും ഈ സമയത്ത് നിങ്ങൾ വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ സുഭാഷ് ഏട്ടൻ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിന്നത്. അങ്ങനെയാണ് ഞാൻ നേരത്തെ കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. നിധി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സുധീഷുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അത് പോസിറ്റീവായി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധിയാണെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ടാണ് പറയുന്നത്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. നിധിയാണെങ്കിൽ എവിടെയും വിട്ടുകൊടുക്കാത്തൊരു ക്യാരക്ടറായിട്ടാണ് സുധീഷിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അവരെല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതു കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീതുവിനെ നമ്മളെ നികേഷാണ് കാണുന്നത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടിന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നു, മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടിയല്ല, മുക്കുവനെ സ്നേഹിച്ച പെൺകുട്ടി എന്നല്ലേന്ന്. അതല്ല, ഇത് മെക്കാനിക്കിനെ സ്നേഹിച്ച പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീതു വരുന്നത് നികേഷ് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, അത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഏട്ടൻ്റെ പിന്നാലെ 1.5 വർഷമായിട്ട് നടക്കുന്ന പെൺകുട്ടിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീതു ആണെങ്കിൽ വന്നിട്ട് ഒരേ കരച്ചിൽ വന്നിട്ട് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവനങ്ങനെ എന്നോട് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവാതെ ഇവരെല്ലാവരും പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, അതും കരഞ്ഞുകൊണ്ട്. അവൻ എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞു, ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ കടയിലേക്ക് വരുന്നതിന് എൻ്റെ അച്ഛൻ എന്നെ എന്തുമാത്രം തല്ലുമെന്ന് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ നികേഷിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നികേഷ് അറിയും. അങ്ങനെ നമ്മളെ നീതു പറയുന്നതിനൊക്കെ ഇവർ ആന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ കാര്യം എന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഇവരിങ്ങനെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട്, കുട്ടി നീ കരയാതെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ, ഹരീഷ് എൻ്റെ അടുത്ത് ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അയാൾ എന്നോട് പറയാം, അങ്ങനെയാണെങ്കിൽ നിനക്കെൻ്റെ സുഭാഷ് ചേട്ടനെ കെട്ടിക്കൂടെ എന്ന്. അങ്ങനെ അയാൾ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് തെറ്റായ വാക്കാണ് അയാൾ പ്രയോഗിച്ചത്? എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എനിക്ക്, എന്നാൽ എന്നോട് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഇങ്ങനത്തെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അനിയനെ കല്യാണം കഴിക്കാൻ വന്നതിന് ഏട്ടനെ പിടിച്ച് കെട്ടിക്കോന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഒരുപാടങ്ങ് നീതു അങ്ങോട്ട് പ്രസംഗിച്ചിട്ടോ. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കാട്ടോ. ഇതെന്താ ഹരീഷ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ആരെങ്കിലും പറയുമെന്ന് ചിന്തിച്ചിട്ട് നിധിയും സുഭാഷ് ഏട്ടനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാട്ടോ ഇത് കേട്ടിട്ട് നിൽക്കുന്നത്. പക്ഷെ സുധീഷിനും നികേഷിനാണെങ്കിൽ ചിരിച്ചിട്ട് വയ്യ. അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചിരിച്ച് കോളാക്കുന്നുണ്ട്. അവർ ഹരീഷ് പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നിധിയാണെങ്കിലും സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ പറയുന്നത്, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീതു ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കളിയാക്കി ചിരിക്കുന്നത്, നിങ്ങളുടെ ഏട്ടനല്ലേ പറഞ്ഞത്, അവിടെ പോയി കളിയാക്കി ചിരിക്കുന്നൊക്കെ നികേഷിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതുവിനെ വളരെ പബ്ലിക്കായിട്ട് തന്നെ നമ്മളെ ഹരീഷ് അപമാനിച്ച് വിട്ടിട്ടുണ്ട്. അത് അവൻ ആ ഒരു രീതിയിൽ എടുത്തതാണോന്ന് അറിയില്ല. എന്തായാലും അതൊരു അപമാന വാക്ക് തന്നെയാണ്. കാരണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഹരീഷിന് അങ്ങനെ പറയാമായിരുന്നു. ഇതിപ്പോൾ സുഭാഷ് ചേട്ടന് വേണ്ടിയിട്ട് പെണ്ണാലോചിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും നീതു പറയുന്നുണ്ട്, ഇതോടുകൂടി ഞാൻ എല്ലാം നിർത്തി, ഇനി മേലാൽ അവൻ്റെ കടയിലേക്കോ അവൻ്റെ കടയുടെ പരിസരത്തേക്കോ ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അവിടുന്ന് ഇറങ്ങി പോകുക കേട്ടോ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വേണ്ട, എനിക്ക് ഫുഡൊന്നും വേണ്ട, അവൻ്റെ ഈ വർത്താനം കേട്ടതോടുകൂടി തന്നെ എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്, ഇനി എന്തിനാണ് ഞാൻ ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ 2 സ്റ്റെപ്പ് വെച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ജഗ്ഗിൽ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് സുധീഷും നികേഷും ഒരേ ചിരിയാണ് കേട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് ഏട്ടനും നിധിയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. അവർ തമ്മിൽ പറയുന്നുണ്ട്, എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ഏട്ടനല്ല ആള്, ഹരീഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് നികേഷും പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷ് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് വേണം അവരോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പിന്നെ നീതു പോയതിന് ശേഷം എല്ലാവരും ഹരീഷിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഹരീഷ് എപ്പോൾ വരും, വന്നിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ കുട്ടി പറഞ്ഞതുപോലെ അവനൊരു മരപ്പൊട്ടൻ തന്നെയാണ്, വെറും പൊട്ടനല്ല മരപ്പൊട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ഏട്ടനെ വെച്ചിട്ടാണല്ലോ അവൻ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. അപ്പോൾ സുഭാഷ് ഏട്ടന് നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരാളുടെ സ്നേഹം ഒരാൾക്ക് മനസ്സിലാവാതെ പോയതല്ലല്ലോ, ഇവനെ മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വം ചെയ്ത പോലെയാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഹരീഷിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഹരീഷ് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ സുധീഷിനെയും നികേഷിനെയും കാണുന്നുണ്ട്. അപ്പോൾ സുധീഷ്
സുധീഷ് പോയിട്ട് ഒരുപാട് പറഞ്ഞുകൊണ്ട് കോമഡിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നീതു വന്ന കാര്യം ഇവർ പറഞ്ഞ് ഹരീഷ് അറിയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് പോയിട്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്ത് പണി ചെയ്തത്, ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങനത്തെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവന് ആകെ സങ്കടമായിട്ട് അവൻ പുറത്തേക്ക് പോവുകയാണ്. ഇവരോട് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് അവൻ പുറത്ത് വരാന്തയിലേക്ക് പോകുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നമ്മളെ നിധിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നാമത് അവന് അങ്ങനെ പറഞ്ഞത് പിന്നെ തെറ്റായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. എന്നിട്ടും സുധീഷ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും അവനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവൻ ചെയ്തത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യും, ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ച ആൾ നീ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനെ കൂടുതൽ ഹേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ നിധിക്ക് സങ്കടമാവും കേട്ടോ. കാരണം എല്ലാവരും അവനെ ഒരേ ഒരു ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മുഖം കണ്ടിട്ടും അവനൊരു കുറ്റബോധം ഉള്ള പോലെ ഉണ്ട്. അവൻ എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നികേഷിന്റെയും അതുപോലെ തന്നെ സുധീഷിന്റെയും ഒക്കെ വർത്തമാനം കേട്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അങ്ങനെ അവൻ പുറത്തു പോകുമ്പോൾ നീതു അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ നീതു പറയുന്നുണ്ട്, ഹരീഷ് വന്നിട്ട് ഭക്ഷണം കഴിക്കി, എന്തായാലും നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. കാരണം എന്തായാലും ഹരീഷിന് നീതുവിന്റെ സ്നേഹം മനസ്സിലാക്കാഞ്ഞിട്ടല്ലല്ലോ, പിന്നെ മനസ്സിലാക്കിയിട്ടും അങ്ങനെ പറഞ്ഞതില്ല, എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും 2 വർഷമായിട്ട് നീതു ഹരീഷിന്റെ പിറകെയില്ലേ, ഹരീഷ് അവഗണിക്കുന്നത് പോട്ടെ, അത് ആ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ അപമാനിക്കുന്നത് ശരിയാണോ? നമ്മൾ ഒരാളുടെ സ്നേഹം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. പക്ഷെ അത് അനിയനെ കല്യാണം കഴിക്കുക എന്നുള്ള താല്പര്യത്തിൽ വന്നിട്ട് ഏട്ടനെ ഇങ്ങനെ കൊടുക്കുന്നതും പറയുന്നതൊക്കെ ശരിയാണോ? അത് ശരിയായില്ല. എന്തായാലും പോട്ടെ. ഹരീഷ് എന്തായാലും വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല, സുഭാഷ് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കും. അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും കഴിഞ്ഞില്ലേ, കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹരീഷ് എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ്, എനിക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ ഒരു കാര്യം അവനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയോ, ഹരീഷിനെ നീതുവിന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ആദ്യം ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഹരീഷിന്റെ മുഖം കാണുമ്പോൾ ഹരീഷിന് ഇഷ്ടമുള്ളത് പോലെയാണ് അവന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട്. പക്ഷെ അവൻ പറയുന്നത് അതെനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഹരീഷിന് നീതുവിന് ഇഷ്ടമല്ലാതെ ഇരിക്കില്ല. പെട്ടെന്ന് സുഭാഷിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അത് എടുത്തിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മേ ബി ഏട്ടന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ പറ്റിയ ഒരു അനിയൻ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും നിധിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, സുഭാഷ് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഹരീഷ് ഇങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ആ പെൺകുട്ടിയോട് ദേഷ്യമോ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇനി പിന്നീട് ഒരിക്കലും അവളെ കാണുമ്പോൾ സോറി പറഞ്ഞാൽ മതി നിധി ഹരീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരമ്മ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം പോലെ, അല്ലെങ്കിൽ ഒരു ചേച്ചി അനിയന് കൊടുക്കുന്ന ഒരു ഉപദേശം പോലെയൊക്കെയാണ് നമ്മളെ നിധി ഹരീഷിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഭയങ്കര കെയറിങ്ങോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തോട് കൂടിയായിട്ട് അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഹരീഷ് ആണെങ്കിൽ ഇപ്പോൾ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് മേ ബി ഹരീഷിന് കുറച്ചും കൂടി നീതുവിനോടുള്ള സ്നേഹം കൂടി മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.